കഴിഞ്ഞ വീഡിയോയിൽ സ്പേമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു. സ്പേമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനൊരു ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതിന് കുറച്ച് റീജിയൻസ് ഉണ്ട്, അതായത് ഹെഡ് ഉണ്ടായിരിക്കും, നെക്ക് ഉണ്ടായിരിക്കും, മിഡിൽ പീസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ടെയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്പേം എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഗാമീറ്റ് ആണ്. അപ്പോൾ അതേപോലെ മറ്റൊരു ഗാമീറ്റ് ആണ് ഏത്? ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള ഓവം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവത്തിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഓവം എന്ന് പറയുന്നത്, ഓവം അല്ലെങ്കിൽ എന്താ പറയുക, എഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ കുറേ ഫോളിക്കുലാർ ആയിട്ടുള്ള സെൽസ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലെയർ നമുക്ക് കാണാൻ പറ്റും. ആ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. സോ ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ആ ഒരു റീജിയനിൽ എന്താണുള്ളത്? കുറേ ഫോളിക്കുലാർ സെൽസ് കൊണ്ടുള്ള ഒരു ലെയർ ആയിരിക്കും ഫോം ചെയ്തിട്ടുള്ളത്. ആ ലെയറിനെ പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. കൊറോണ റേഡിയേറ്റയുടെ ഉള്ളിലായിട്ട് കാണുന്ന മെംബ്രെയിൻ ആണ് ഏത്? സോണ പെല്യൂസിഡ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോണ റേഡിയേറ്റയുടെ ഉള്ളിൽ കാണുന്ന മെംബ്രെയിൻ ആണ് സോണ പെല്യൂസിഡ. ആ സോണ പെല്യൂസിഡേൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ആണ് പെരിവിറ്റലൈൻ മെംബ്രെയിൻ. പെരിവിറ്റലൈൻ മെംബ്രെയിൻ. പെരിവിറ്റലൈൻ മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ട് നമ്മളുടെ ഓവത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിനും ഉണ്ടായിരിക്കും. അതായത് ഓവം എന്ന് പറയുന്നത് ഒരു സെല്ലാണല്ലോ. അപ്പോൾ ആ സെല്ലിന് എന്തുണ്ടായിരിക്കും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സോ ഇതാണ് ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ മെംബ്രെയിന് ഉള്ളിലായിട്ടാണ് എന്തുണ്ടാവുക? ഓവത്തിൻ്റെ സൈറ്റോപ്ലാസം കാണുക. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിനെ പറയുന്ന പേരാണ് ഊപ്ലാസം. ഊപ്ലാസം എന്നാണ് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിനെ പറയുന്നത്. ഈ യൂപ്ലാസത്തിലാണ് ആരുണ്ടാവുക? ന്യൂക്ലിയസ് കാണുക. അപ്പോൾ ഊപ്ലാസത്തിനുള്ളിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാഫ് സെറ്റ് മാത്രമേ ക്രോമസോം ഉണ്ടാവുള്ളൂ, അല്ലേ? ഇപ്പം നമ്മുടെയൊക്കെ കേസിൽ നമ്മുടെ ഹാപ്ലോയിഡ് നമ്പർ എന്ന് പറയുന്നത് 23 ആണ്. ടോട്ടൽ നമ്മുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണല്ലോ. എന്നാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഗാമീറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് 23 ക്രോമസോം. സോ ഇതാണ് എന്തിൻ്റെ സ്ട്രക്ചർ? ഓവത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഓവത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ഫോളിക്കുലാർ ആയിട്ട് കാണുന്ന ഈ ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. കൊറോണ റേഡിയേറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന മെംബ്രെയിൻ ആണ് ഇത് സോണ പെല്യൂസിഡ. സോ സോണ പെല്യൂസിഡ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ ആയിട്ടുള്ളതല്ല, എന്നാൽ ഒരു മെംബ്രെയിൻ ആണ് ആര്? സോണ പെല്യൂസിഡ എന്ന് പറയുന്നത്. സോണ പെല്യൂസിഡയുടെ ഉള്ളിൽ കാണുന്ന മെംബ്രെയിൻ ആണ് പെരിവിറ്റലൈൻ മെംബ്രെയിൻ. പെരിവിറ്റലൈൻ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ഓവം. ഓവത്തിൻ്റേത് തന്നെയായിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ. ഇനി നോക്കിയേ, ഇത് ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണല്ലോ, ഇത് പെരിവിറ്റലൈൻ മെംബ്രെയിൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടൊരു സ്പേസ് കാണുന്നില്ലേ? ഈ സ്പേസിനെ പറയുന്ന പേരാണ് പെരിവിറ്റലൈൻ സ്പേസ്. സോ പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സ്പേസ് ബിറ്റ്വീൻ ദ പെരിവിറ്റലൈൻ മെംബ്രെയിൻ ആൻഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഓവം. ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും അതേപോലെ തന്നെ പെരിവിറ്റലൈൻ മെംബ്രെയിൻ്റെയും ഇടയിൽ കാണുന്ന ആ ഒരു സ്പേസിനെയാണ് എന്തെന്ന് പറയുക? പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഓവത്തിൻ്റെ പ്ലാസ്മ മെംബ്രെയിന് ഉള്ളിലായിട്ട് എന്തുണ്ടായിരിക്കും? സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിനെ പറയുന്ന പേരാണ് ഊപ്ലാസം. അതിനുള്ളിലാണ് എന്ത് കാണുക? ഫീമെയിൽ ന്യൂക്ലിയസ് കാണുക. അതായത് ന്യൂക്ലിയസ് കാണുന്നത് ഈ ഒരു സൈറ്റോപ്ലാസത്തിന് ഉള്ളിലായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 23 ആയിരിക്കും ഇതിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പറയാൻ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ഇവൻറ്റ്സ് എല്ലാം നമ്മൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും മറ്റുമൊക്കെ നമ്മൾ വിശദമാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ എഗ്ഗിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. സ്പേമിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇത് എഗ്ഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് എഗ്ഗിൻ്റെ സ്ട്രക്ചർ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇൻസെമിനേഷൻ ആണ്. അതായത് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഒരുപാട് ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമിറ്റോജെൻസിസ് ആണ്. അതായത് ഗാമീറ്റ്സിൻ്റെ ഫോർമേഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു, അല്ലേ? ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ഗാമിറ്റോജെൻസിസ് കഴിഞ്ഞാൽ അടുത്തത് ഇൻസെമിനേഷൻ ആണ്. അതായത് എവിടെയാണോ ആ ഗാമീറ്റ് ഉണ്ടായത് ആ ഗാമീറ്റിന് എന്ത് ചെയ്യണം?
ട്രാൻസ്ഫർ ചെയ്യണം, മെയിൽ ഗ്യാമീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഓവത്തിൻ്റെ കേസിൽ ഓവം എന്താണ്, ചെറുതാണ് കേട്ടോ. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ ഒക്കെ ഓവം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15 മില്ലിമീറ്റർ ആണ്, അതിൻ്റെ 0.15 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത്ര സൈസ് മാത്രമേ അതിനുള്ളൂ. അപ്പോൾ അത്രയും ചെറുതാണ് നമ്മളുടെ ഓവം എന്ന് പറയുന്നത്. അപ്പോൾ ഓവത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്. അതിന് മുന്നേ ഉള്ള പ്രോസസ്സാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമീറ്റ് ടു ദ ഫീമെയിൽ വജൈനൽ ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെനിസ്. പെനിസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ ഫീമെയിലിൻ്റെ വജൈനൽ ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യുക, ഇൻസെമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള, സെമനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഇൻസെമിനേഷൻ എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഗാമിറ്റോജെൻസിസ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഇൻസെമിനേഷൻ ആണെന്ന് പറഞ്ഞു. ഇൻസെമിനേഷനിൽ എന്താ നടക്കുന്നത്, മെയിൽ ഗാമീറ്റിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ വജൈനൽ ഓപ്പണിങ്ങിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമീറ്റ് ടു ദ ഫീമെയിൽ വജൈനൽ ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെനിസ്. പെനിസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ സെമനെ റിലീസ് ചെയ്യുക, അതാണ് ഇൻസെമിനേഷൻ. അപ്പോൾ രണ്ടാമത്തെ ഫേസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഏതാ, മൂന്നാമത്തെ ഫേസാണ്, ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. സോ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചെറിയ ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും നമ്മൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് male and female gamete and that results in the formation of zygote. So that is fertilization. ഇനി ഈ ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? എന്തായാലും ഫീമെയിൽ ബോഡിയിലായിരിക്കും അല്ലേ? ഹ്യൂമൻസിൻ്റെ കേസിൽ ഫീമെയിൽ ബോഡിയിലാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ ഉണ്ട്. ആ പെർട്ടിക്കുലർ റീജിയനെ പറയുന്ന പേരാണ് ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ. സോ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇൻഫണ്ടിബുലം, അത് കഴിഞ്ഞാൽ ബ്രോഡർ ആയിട്ടുള്ള റീജിയൻ ആണ് ആംബുല. ആംബുല കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസിനോട് ചേർന്ന് വരുന്ന റീജിയൻ ആണ് ഇസ്തമസ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആംബുലയുടെയും ഇസ്തമസിൻ്റെയും ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവർ രണ്ടുപേരും തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ഒരു ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുക, ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ആ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജസ് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്തായിരിക്കും നടക്കുക, സ്പേമിനെ വെജൈനൽ ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്തു അല്ലേ? ഇൻസെമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേം എന്ത് ചെയ്യും, വജൈനൽ ട്രാക്റ്റിലൂടെ സെമനിലൂടെ സ്വിം ചെയ്ത് പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കോയിറ്റസ്, ഒരു സിംഗിൾ കോയിറ്റസിൽ ഏകദേശം 200 to 300 മില്യൺ സ്പേംസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസെമിനേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ സെമനിലൂടെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ വരെ എത്തണം. അപ്പോൾ ആദ്യം വജൈനൽ ട്രാക്റ്റിലെത്തി, വജൈനൽ ട്രാക്റ്റിൽ നിന്ന് ഇനി നേരെ എവിടേക്ക് പോവും, സെർവിക്കൽ കനാൽ വഴി യൂട്രൈൻ ക്യാവിറ്റിയിലെത്തും. യൂട്രസിൻ്റെ ആ ഒരു ക്യാവിറ്റിയിലേക്ക് എത്തും. യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്ന് എവിടേക്കാ പോവുക, ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലെത്തും. ഇവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ആ ഒരു കണ്ടീഷനാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്തെത്തി, ഇതാണ് എഗ്ഗ്. ഒരു സിംഗിൾ എഗ്ഗിനെയാണ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എഗ്ഗ് എത്തി. എന്നാൽ ഈ എഗ്ഗിൻ്റെക്ക് വരുന്നത് ആരൊക്കെയാ, ഒരുപാട് സ്പേംസ്, മില്യൺസ് ഓഫ് സ്പേംസ് ആണ് എവിടേക്ക് എത്തുന്നത്, ഈ എഗ്ഗിനെ നോക്കിയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ട് വരുന്ന ഇത്രയും അധികം സ്പേംസ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കയറാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ എഗ്ഗിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ.
ഏതെങ്കിലും ഒരു സ്പേം മാത്രമേ, ഏറ്റവും പൊട്ടൻസി ഉള്ള, ഏറ്റവും ക്യാപ്പബിലിറ്റി ഉള്ള ആ ഒരു സ്പേം മാത്രമേ എവിടേക്ക് എൻ്റർ ചെയ്യുള്ളൂ? ഈ എഗ്ഗിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ, ഓവത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഒരുപാട് സ്പേംസ് എത്തുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സ്പേംസ് എന്ത് ചെയ്യും? ആദ്യം ഫസ്റ്റ് ലെയർ ഏതായിരുന്നു? കൊറോണ റേഡിയേറ്റ. ഇതിലൂടെ പോകാൻ അത്രയ്ക്ക് അങ്ങോട്ട് പണി ഉണ്ടാവില്ല. എല്ലാവരും ഇതേപോലെ കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു റീജിയനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഈ കൊറോണ റേഡിയേറ്റയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. കൊറോണ റേഡിയേറ്റയിൽ നിന്ന് അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത മെംബ്രെയിൻ ഏതാണ്? സോണ പെല്യൂസിഡ. അപ്പോൾ സ്പേം ഈ സോണ പെല്യൂസിഡയുമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനിയാണ് ചേഞ്ചസുകൾ നടക്കുക. അപ്പോൾ സ്പേം എവിടെ എത്തി? സോണ പെല്യൂസിഡ എന്ന് പറയുന്ന ലെയറുമായിട്ട് കോണ്ടാക്റ്റിലെത്തി. അവരങ്ങനെ ഒരു കോണ്ടാക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ആരാണോ ആദ്യം എത്തുന്നത് അയാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മെംബ്രെയിനിൽ എന്ത് വരും? ചേഞ്ചസ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ മെംബ്രെയിനിൽ ചേഞ്ചസ് വരുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഇനി മറ്റൊരു സ്പേമിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എൻറ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ സോണ പെല്യൂസിഡ ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുക? ദാറ്റ് ഇൻഡ്യൂസസ് ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ. സോണ പെല്യൂസിഡയുടെ മെംബ്രെയിനിൽ എന്ത് വരും? ചേഞ്ചസ് വരും. അതിൻ്റെ റിസൾട്ടായിട്ട് ഫർദർ ആയിട്ടുള്ള സ്പേംസിനൊന്നും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? അതിലേക്ക് ആഡ് ചെയ്ത് പോവാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ സ്പേം എന്ത് ചെയ്തു? എത്തി. അപ്പോൾ നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഹെഡ് റീജിയനിലായിട്ട് എക്രോസോം എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എക്രോസോമിനുള്ളിലാണ് ആരുള്ളത്? ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉള്ളത്. അപ്പോൾ ഈ ഹൈഡ്രോളിറ്റിക് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സ്പേം എന്ത് ചെയ്യുന്നത്? സോണ പെല്യൂസിഡ എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കും. മെംബ്രെയിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് മറ്റുള്ള മെംബ്രെയിൻസിനെയൊക്കെ ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. സോ ഈ എക്രോസോമിൽ കാണുന്ന ഹൈഡ്രോളിറ്റിക് എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? സ്പേം ഓവത്തിൻ്റെ മെംബ്രെയിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യും? ആദ്യം സോണ പെല്യൂസിഡനെ ബ്രേക്ക് ചെയ്യും, പിന്നെ പെരിവിറ്റലൈൻ മെംബ്രെയിൻ, അവിടുന്ന് പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഓവം. ഇങ്ങനെ പ്ലാസ്മ മെംബ്രെയിനിലൂടെയും പോയി ഇതെവിടേക്ക് എത്തും? നമ്മുടെ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇതിന് ഈ സ്പേമിന് ടെയിലിൻ്റെ ആവശ്യമുണ്ടോ? ടെയിലിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്, കാരണം ഇനി സ്വിം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അതിന് ടെയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെയിൽ എന്ത് ചെയ്യും? റിമൂവ് ചെയ്തു പോകും. അതേപോലെ തന്നെ മൈറ്റോകോൺഡ്രിയയുടെ ആവശ്യം ഇനി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മൈറ്റോകോൺഡ്രിയയും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിൽ നിന്ന് റിമൂവ് ചെയ്തു പോവും. ഇനി ആര് മാത്രം? ഇതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് മാത്രം അതിൽ നിന്ന് റിലീസ് ചെയ്യും. അപ്പോൾ സ്പേമിൻ്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും അതിൽ നിന്ന് റിമൂവ് ചെയ്തു പോയി. ആ ന്യൂക്ലിയസ് മാത്രം ഇനി എവിടേക്ക്? ഈ സൈറ്റോപ്ലാസ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സ്പേമിൻ്റെ ഈ ന്യൂക്ലിയസും അതേപോലെ തന്നെ എഗ്ഗിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഇനി എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും അല്ലേ? സ്പേമിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണല്ലോ, ഗാമീറ്റ് അല്ലേ? ഗാമീറ്റിലെ ന്യൂക്ലിയസ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും, അതായത് ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ ഗാമീറ്റ്സ്, സ്പേമിലുള്ള മെയിൽ ഗാമീറ്റും അതായത് മെയിൽ ന്യൂക്ലിയസും ആ ന്യൂക്ലിയസും എന്ത് ചെയ്യും? ഓവത്തിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പറുള്ള ഒരു സെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ സെല്ല് എന്ന് പറയുന്നത് ആരുടെ സെല്ല് തന്നെയാണ്? എഗ് സെല്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? മെയിൽ ന്യൂക്ലിയസിൽ ഉള്ളിലുള്ള ആ ഒരു മെയിൽ ന്യൂക്ലിയസും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫീമെയിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഇവർ രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് 23 അല്ലേ ഇവരുടെ ക്രോമസോം നമ്പർ മെയിൽ ഗ്യാമീറ്റിലുള്ള ന്യൂക്ലിയസിൻ്റെ, അതേപോലെ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റിലും എത്രയാണ് ക്രോമസോം നമ്പർ? 23 ആണ്. അപ്പോൾ ഈ രണ്ട് ക്രോമസോംസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഇനി ക്രോമസോം നമ്പർ എത്രയായിട്ട് മാറും? 46 ആയിട്ട് മാറും. അപ്പോൾ ഇനി ക്രോമസോം നമ്പർ ഫ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്ന ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്തായി? ഹാപ്ലോയിഡിൽ നിന്നുള്ളത് മാറി ഡിപ്ലോയിഡ് കണ്ടീഷനായിട്ട് മാറി അല്ലേ? അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ സിംഗിൾ സെല്ലുലാർ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സൈഗോട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ആരാണ് ഫോം ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുമ്പോൾ അതിന് മുന്നേ എന്തൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗാമീറ്റ്സ് ഫ്യൂസ് ആദ്യം ഊജൻസിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ഓവം റിലീസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ നടന്നിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു സ്റ്റേജിൽ സ്പേമിൻ്റെ ഹെഡ് ഈ സൈറ്റോപ്ലാസ്റ്റിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ഇനി ഇവിടെ ഡിവിഷൻ നടക്കുന്നത്. അതായത് എഗ്ഗിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് അപ്പം മാത്രമാണ്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷമാണ് എന്ത് നടക്കുക, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുക. അതിൻ്റെ റിസൾട്ടായിട്ട് 2 സെൽസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് സെക്കൻഡറി പോളാർ ബോഡി, അതായത് രണ്ടാമതൊരു പോളാർ ബോഡിയും ഫോം ചെയ്യും. പിന്നെ നമ്മളുടെ ഓവും ഫോം ചെയ്യും. അതായത് ഊറ്റിഡ് എന്ന് പറയുന്ന ആ ഓവും എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പം മാത്രമേ നമ്മുടെ ഓവത്തിൻ്റെ കംപ്ലീറ്റ് ഡിവിഷൻ നടക്കുന്നുള്ളൂ. അതായത് ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഓവത്തിൻ്റെ കംപ്ലീറ്റ് ഡിവിഷൻ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് അബൌട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇതാണ് ഫെർട്ടിലൈസേഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഒന്നും കൂടെ പറയാം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. ഇത് നടക്കുന്നത് ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിലാണ്. ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ആദ്യം എന്ത് നടക്കണം, സ്പേം വജൈനൽ ട്രാക്റ്റിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യണം. ഇൻസെമിനേറ്റ് ചെയ്ത ആ സ്പേമിനെ വജൈനൽ ട്രാക്റ്റിൽ നിന്ന് സെർവിക്കൽ കനാൽ വഴി യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് എത്തും. യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്ന് അത് നേരെ എവിടേക്ക് എത്തും, ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിലെത്തും. ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിലെത്തിയ ആ സ്പേം ഇനി എവിടേക്കാണ് എൻ്റർ ചെയ്യുക, ഒരുപാട് സ്പേംസ് ഉണ്ടായിരിക്കും. അതിലൊരു സ്പേം എന്ത് ചെയ്യും, എഗ്ഗിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. ആദ്യം അവർ കൊറോണ റേഡിയേറ്ററിൻ്റെ ഉള്ളിലൂടെ എവിടേക്ക് എത്തും, സോണ പെലൂസിഡ എന്ന് പറയുന്ന ലെയറിലെത്തും. സോണ പെലൂസിഡ ലെയറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇൻഡ്യൂസസ് ദ ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ ഓഫ് സോണ പെലൂസിഡ അല്ലേ. അതിൻ്റെ റിസൾട്ടായിട്ട് ദേ പ്രിവെൻറ്റ് ദ ഫർദർ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ സെൽ അല്ലേ. സെല്ലിനുള്ളിലേക്ക് ഇനി മറ്റുള്ള സ്പേംസ് എൻ്റർ ചെയ്യുന്നത് അവരെന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഇനി സ്പേമിൻ്റെ എക്രോസോമിൽ കാണുന്ന ഹൈഡ്രോളിറ്റിക് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സ്പേം എന്ത് ചെയ്യും, സോണ പെലൂസിഡ ലെയറിനെയും മറ്റുള്ള മെംബ്രെയിൻസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് എവിടേക്ക് എത്തും, ഈ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. അങ്ങനെ സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേം എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് എന്ത് നടക്കുക, നമ്മുടെ എഗ്ഗിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുക അല്ലേ. സെക്കൻഡറി ഊസൈറ്റ് അല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. അപ്പോൾ ഇനി എന്താ നടക്കുക, എത്തിക്കഴിഞ്ഞാൽ സ്പേമിൻ്റെ ഹെഡ് ഇനി ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലെത്തും. അപ്പോൾ നമ്മളുടെ ഈ ഒരു എഗ്ഗിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. അതായത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അവർ അണ്ടർഗോ ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് സെക്കൻഡറി പോളാർ ബോഡിയും അതേപോലെ തന്നെ ഊറ്റിഡും ഫോം ചെയ്യും അല്ലേ. എന്നിട്ട് മെയിൽ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഫീമെയിലുള്ള ആ ന്യൂക്ലിയസും തമ്മിൽ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. എഗ്ഗിൻ്റെ ന്യൂക്ലിയസും സ്പേമിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ആര് ഫോം ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. എന്നാൽ ഗാമീറ്റ്സ് എത്രയായിരുന്നു, ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. 23 ആണ്. ഇവർ കമ്പൈൻ ചെയ്തിട്ട് 46 ക്രോമസോം ഉള്ള ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആരെ ഫോം ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യും. സോ സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ലല്ലേ, ഇവിടെ ഒരൊറ്റ സെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ സെൽഡാണ് ആര്, സൈഗോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 46 ആണ്. സോ സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ് ആൻഡ് സിംഗിൾ സെൽഡ് വൺ. സിംഗിൾ സെൽഡ് ആണ്, അതേപോലെ തന്നെ ഡിപ്ലോയിഡ് ആണ് ആര്, സൈഗോട്ട് എന്ന് പറയുന്നത്. സോ അതാണ് എന്ത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ ഫേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫെർട്ടിലൈസേഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു പറഞ്ഞു, സൈഗോട്ട് ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഇല്ലേ, മെയിൽ ഗാമീറ്റിനുള്ളിൽ എന്തായാലും മെയിലിൽ നിന്നുള്ള ക്രോമസോം ആയിരിക്കും. ഫീമെയിൽ ഗാമീറ്റിൻ്റെ ന്യൂക്ലിയസ് എന്തായിരിക്കും ഉണ്ടാവുക, ഫീമെയിൽ ഗാമീറ്റിൽ നിന്നുള്ള ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്രോമസോം പാറ്റേൺസ് എന്നും ഇതിൻ്റെ ബേസിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുക എന്നുള്ളത് നോക്കാം. അതായത് ഉണ്ടാകുന്ന കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുക. അതായത് മെയിലാണോ ഫീമെയിലാണോ
എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ടൈമിലാണ്. അതായത് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്തെ നമുക്ക് എന്തറിയാൻ പറ്റും, ഉണ്ടാകുന്ന കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് ഏത് ഗ്യാമീറ്റാണ് അതിനുള്ളിലേക്ക് വരുന്നത്, ഏത് ക്രോമസോമാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റേജിൽ തന്നെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് സെക്സ് ക്രോമസോമിൻ്റെ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്മളുടെ ഹ്യൂമനിൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണല്ലോ. ഇനി ഇത് ഗാമീറ്റ്സിലേക്ക് വരുമ്പോൾ എന്താവും, ഹാഫ് ആവുമെന്നും പറഞ്ഞു. അപ്പോൾ 46 ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 23 പെയർ ക്രോമസോംസ് ആണുള്ളത്. ഈ 23 പെയർ ക്രോമസോംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 22 പെയേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോസോംസ് ആണ്. ഓട്ടോസോംസ് എന്നാണ് 22 പെയർ ക്രോമസോമിനെ പറയുക. ബാക്കി ഒരു റിമൈനിങ് 1 പെയർ ക്രോമസോം കൂടി ഉണ്ട്. ഈ ക്രോമസോമിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. സോ ഈ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് മെയിലിൻ്റെ കേസിലും ഫീമെയിലിൻ്റെ കേസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം മെയിലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സെക്സ് ക്രോമസോമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് XY ആയിരിക്കും. ഒരു എക്സ് ക്രോമസോമും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു Y ക്രോമസോമും ഉണ്ടായിരിക്കും. എന്നാൽ ഫീമെയിലിൻ്റെ കേസിൽ എങ്ങനെയാണ്, 2 ക്രോമസോം എന്താണ്, എക്സ് ക്രോമസോമാണ്. 2 ക്രോമസോംസും എക്സ് ക്രോമസോംസ് ആണ്. അപ്പോൾ ഫീമെയിലിൻ്റെ കേസിൽ 2 എക്സ് ക്രോമസോം ഉണ്ടായിരിക്കും, മെയിലിൻ്റെ കേസിൽ ഒരു എക്സ് ക്രോമസോമും ഒരു Y ക്രോമസോമും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇത് ഗാമീറ്റ്സിൻ്റെ കേസിലല്ല നമ്മൾ പറയുന്നത്. ടോട്ടൽ ആ സെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ, ആ ക്രോമസോം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 1 പെയർ എക്സ് ക്രോമസോം ഏതൊക്കെയാണ്, ഫീമെയിലിൽ ഒന്ന് XX മെയിലിൽ അത് XY ആണ്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യും, ഗാമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ ആ 46 എന്നുള്ളത് ഹാഫ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ XX എന്ന് പറയുന്നത് ഫീമെയിൽ ആണെങ്കിൽ XY എന്ന് പറയുന്നത് എന്താണ്, മെയിലാണ് അല്ലേ. XX എന്ന് പറയുന്നത് ഫീമെയിലും XY എന്ന് പറയുന്നത് മെയിലാണ്. ഗാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഈ 2 ക്രോമസോംസും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സ് ക്രോമസോം ഒരു ഗാമീറ്റിനുള്ളിലേക്കും, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എക്സ് ക്രോമസോം ഒരു ഗാമീറ്റിലേക്കും മറ്റേ എക്സ് ക്രോമസോം മറ്റൊരു ഗാമീറ്റിലേക്കും പോകും. ഇവിടെ ആണെങ്കിലോ ഒരു എക്സ് ക്രോമസോം ഒരു ഗാമീറ്റിലേക്കും വരും, അതായത് ഒരു സ്പേമിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഒരു Y ക്രോമസോം ആയിരിക്കും മറ്റൊരു സ്പേമിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ഗാമീറ്റ്സിൽ അപ്പം നോക്ക് നമ്മുടെ ഫീമെയിൽസിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ 2 ക്രോമസോംസും എന്താണ്, സെയിം ആണ്. X എന്ന് പറയുന്ന ക്രോമസോമിനെ മാത്രമേ ഫീമെയിലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മെയിലിൻ്റെ കേസിൽ ഒന്ന് എക്സ് ക്രോമസോമാണ്, മറ്റേത് Y ക്രോമസോമാണ്. സപ്പോസ് ഫീമെയിലിൽ നിന്നുള്ള എക്സ് ക്രോമസോമും മെയിലിൽ നിന്നുള്ള എക്സ് ക്രോമസോമുമാണ്, എക്സ് ക്രോമസോമുള്ള ഗാമീറ്റുമാണ്, സ്പേമുമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, 2 എക്സ് ക്രോമസോംസ് വരും അല്ലേ. 2 എക്സ് ക്രോമസോംസ് ആണ് നമ്മുടെ സെക്സ് ക്രോമസോമിൻ്റെ പാറ്റേൺ എങ്കിൽ അത് ആരായിരിക്കും, അതെ ഒരു ഫീമെയിൽ ആയിരിക്കും. കാരണം ഫീമെയിൽസിൻ്റെ സെക്സ് ക്രോമസോമിൻ്റെ പാറ്റേൺ ആണ് എന്ത്, XX എന്ന് പറയുന്നത്. ഇനി ഫീമെയിലിൽ നിന്നുള്ള മറ്റൊരു കണ്ടീഷനാണ്, ഫീമെയിലിൽ നിന്നുള്ള എക്സ് ക്രോമസോം ആണ് വന്നത്. എന്തായാലും എക്സ് ക്രോമസോം തന്നെ വരുള്ളൂ ഫീമെയിലിൽ. എന്നാൽ മെയിലിന് Y ക്രോമസോം ഉള്ള ഗാമീറ്റ് ആണ്, സ്പേം ആണ് വന്ന് ഫ്യൂസ് ചെയ്തതെങ്കിൽ ഒന്ന് എക്സ് ക്രോമസോമും മറ്റൊന്ന് എന്തായിരിക്കും, Y ക്രോമസോമും ആയിരിക്കില്ലേ. സോ അങ്ങനെയാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ സെക്സ് ഏതായിരിക്കും, അത് മെയിലായിരിക്കും അല്ലേ. അപ്പം XX എന്ന് പറയുമ്പോൾ ഫീമെയിലും XY എന്ന് പറയുമ്പോൾ അത് മെയിലുമായിട്ട് മാറും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. മെയിലിന് എക്സ് ക്രോമസോമും വരാം, അതേപോലെ തന്നെ Y ക്രോമസോമും വരാം. ഫീമെയിലിന് എക്സ് ക്രോമസോം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്സ് ഡിറ്റർമിനേഷന് കാരണം ആരാണ്, ഹ്യൂമൻസിൻ്റെ കേസിൽ മദറാണോ, അല്ല, ഫാദറിൽ നിന്നുള്ള ക്രോമസോമാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ കാരണമാവുന്നത്. സോ മെയിൽ ഗാമീറ്റ്സിന് അല്ലെങ്കിൽ മെയിൽ ക്രോമസോമാണ്, മെയിലിൽ നിന്ന് വരുന്ന ക്രോമസോമാണ് ഉണ്ടാവുന്ന കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു കുഞ്ഞ് പെൺകുട്ടി ആയതിൻ്റെ പേരിൽ പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറേ പേര്, അതായത് ശരിക്കും അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്ത ആൾക്കാർ ഇപ്പോഴും കുഞ്ഞ് പെൺകുഞ്ഞ് ആയതിൻ്റെ ബേസിൽ സ്ത്രീകളെയാണ് എന്ത് ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത്. അതായത് അമ്മമാരെയാണ്
കുറ്റം പറയുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം ധാരണയായല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ആരാണ് ശരിക്കും സെക്സ് ഡിറ്റർമിനേഷന് കാരണം? മെയിലാണോ ഫീമെയിലാണോ? തീർച്ചയായും അത് മെയിലാണ്. കാരണം മെയിലിനാണ് എക്സ് ക്രോമസോമിനെയും വൈ ക്രോമസോമിനെയും എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മെയിൽ എന്നുള്ള ക്രോമസോം എക്സ് ആണെങ്കിൽ കുഞ്ഞെന്തായിരിക്കും? അത് ഫീമെയിൽ ആയിരിക്കും. എന്നാൽ മെയിൽ ഡൊണേറ്റ് ചെയ്യുന്ന ക്രോമസോം വൈ ക്രോമസോം ആണെങ്കിൽ കുഞ്ഞ് അത് മെയിലായിട്ടും മാറും. അപ്പോൾ ശരിക്കും സെക്സ് ഡിറ്റർമിനേഷന് കാരണം ആരാണ്? ഹ്യൂമൻസിൻ്റെ കേസിൽ ഫാദറാണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് ദ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ്റെ ടൈമിൽ തന്നെ നടക്കുന്നുണ്ട്. സെക്സ് ക്രോമസോം പാറ്റേൺസ്, ഹ്യൂമൻസിൻ്റെ സെക്സ് ക്രോമസോം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 46 ക്രോമസോമിൽ 2 ക്രോമസോം എന്ന് പറയുന്നത് ഏതായിരിക്കും? സെക്സ് ക്രോമസോം ആയിരിക്കും. അപ്പോൾ ആ സെക്സ് ക്രോമസോം ഫീമെയിലിൻ്റെ കേസിൽ അത് XX ആയിരിക്കും, മെയിലിൻ്റെ കേസിൽ XY ആയിരിക്കും. ഇനി ഗാമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ 2 ക്രോമസോംസും, അതായത് ഈ നിൽക്കുന്ന പെയറായിട്ട് നിൽക്കുന്ന ക്രോമസോംസ് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്തിട്ട് രണ്ടും ഓരോ സെപ്പറേറ്റ് ഗാമീറ്റ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എക്സ് ക്രോമസോം ഒരു ഗാമീറ്റിലേക്കും മറ്റേത് മറ്റൊരു ഗാമീറ്റിലേക്കും പോവും. ഇവിടെ ഫാദറിലാണെങ്കിലും എക്സ് ക്രോമസോം ഒരു ഗാമീറ്റിലേക്കും വൈ ക്രോമസോം മറ്റൊരു ഗാമീറ്റിലേക്കുമാണ് പോവുക. അപ്പോൾ അതായത് ഈ വരുന്ന ഇൻസെമിനേറ്റ് ചെയ്യുന്ന സ്പേമിൽ എക്സ് ക്രോമസോം ഉള്ള സ്പേമും ഉണ്ടായിരിക്കും, വൈ ക്രോമസോം ഉള്ള സ്പേമും ഉണ്ടായിരിക്കും. എക്സ് ക്രോമസോം ഉള്ള സ്പേമാണ് മദർ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞെന്തായിരിക്കും? പെൺകുഞ്ഞായിരിക്കും. എന്നാൽ വൈ ക്രോമസോം ഉള്ള സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ XY എന്ന് പറയുന്ന കണ്ടീഷനല്ലേ അപ്പോൾ ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് മെയിലായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് നടത്തുക? സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് ആരാണ്? ഫാദറാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സൈഗോട്ട് ഫോം ചെയ്യുന്നത് വരെയാണ് ആ ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് എന്താ? ആ സൈഗോട്ട് ഇനി ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറണം? ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു എംബ്രിയോ സ്റ്റേജിൽ നിന്ന് അത് ഫീറ്റസ് സ്റ്റേജിലേക്കും ആയിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അപ്പോൾ ആദ്യം സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആണ്, ഡിപ്ലോയിഡ് ആണ്. അതായത് അതിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 46 ആയിരിക്കും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സൈഗോട്ട് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് സൈഗോട്ട് ഇനി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ട് മാറും, 2 സെൽ സ്റ്റേജ് ആയിട്ട് മാറും. ഈ 2 സെൽ സ്റ്റേജ് പിന്നെ എന്തായിട്ട് മാറും? വീണ്ടും മൈറ്റോട്ടിക് ആയിട്ടാണ് ഇനി സൈഗോട്ടിലെ ഡിവിഷൻ കംപ്ലീറ്റ്. അതായത് ഗാമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ മാത്രമേ മിയോട്ടിക് ഡിവിഷൻ മെയിനായിട്ട് നടക്കുന്നുള്ളൂ. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് മറ്റുള്ള സെല്ലിൻ്റെ ഡിവിഷനിലൊക്കെ മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ സൈഗോട്ടിൽ മൈറ്റോട്ടിക് ഡിവിഷൻ്റെ റിസൾട്ടായിട്ട് ആദ്യം 2 ക്രോമസോം ഉണ്ടാവും. 2 എന്നുള്ളത് പിന്നെ മാറിയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 4 സെൽ സ്റ്റേജ് ആവും. 4 എന്നുള്ളത് മാറി 8 സെൽഡ് സ്റ്റേജ് ആവും. 8 പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് 16 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറും. അപ്പോൾ 8 to 16 സെൽഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. സോ 8 to 16 സെൽഡ് സ്റ്റേജ് ഈസ് കോൾഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ 8 to 16 സെൽഡ് സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല എന്നുള്ളത്. സോ മോറുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8 to 16 സെൽ സ്റ്റേജ് ഇൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇനി ഈ മോറുല ഇനി എന്ത് ചെയ്യും? വീണ്ടും സെൽ ഡിവിഷൻ നടന്ന് അതിങ്ങനെ അതിൻ്റെ സെൽ മാസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സെൽ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ സെൽ മാസ് ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാവും? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. ഇനി ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യും? അത് 2 റീജിയൻസ് ആയിട്ട് മാറും. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്തായിട്ടാണ് മാറുക? 2 റീജിയൻസ് ആയിട്ട് മാറുക. അതായത് അതിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് 2 ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. ഒന്ന് ഔട്ടർ മോസ്റ്റ് ലെയർ ഫോം ചെയ്യും. ആ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. സോ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഇനി അതിനുള്ളിലായിട്ട് കുറച്ച് ഇന്നർ സെൽ മാസുകൾ ഉണ്ടായിരിക്കും, കുറച്ച് സെല്ലുകൾ ഉണ്ടായിരിക്കും. ആ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്.
അപ്പോൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആദ്യം സൈഗോട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. സൈഗോട്ടിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അതായത് സൈഗോട്ട് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. ഗാമീറ്റ്സ് ആണ് ഏത് കണ്ടീഷനിൽ കാണുക? ഹാപ്ലോയിഡ് കണ്ടീഷനിൽ കാണാൻ പറ്റുക. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് 46 ക്രോമസോം ഉള്ള സൈഗോട്ട് ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലാവും, അതായത് 2 സെൽ സ്റ്റേജ് വരും. ഇനി 2 സെൽഡ് എന്നുള്ളത് മാറി അത് വീണ്ടും മൈറ്റോട്ടിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര സെല്ലാവും? 4 സെല്ലാവും. 4 സെല്ല് മാറിയിട്ട് 4 മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാവും? 8 സെൽഡ് സ്റ്റേജ് ആവും. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് 16 സെൽഡ് സ്റ്റേജ് ആയിട്ട് മാറും. അപ്പോൾ ഈ 8 to 16 സെൽഡ് ആയിട്ടുള്ള ഈ സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. ഈ 8 to 16 സെൽഡ് ആയിട്ടുള്ള സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. ഇപ്പോൾ നമ്മൾ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഓരോ സെൽസിനെയും നമ്മൾ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. അതിനുള്ളിൽ കാണുന്ന സെൽസിനെയാണ് എന്തെന്ന് പറയുക? ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുക. അപ്പോൾ 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് മോറുല. ഇനി ഈ മോറുല കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ സെൽസ് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു കുറച്ചും കൂടിയും ഹെവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാസിയർ ആയിട്ടുള്ള മാസ് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. സോ ഇതാണ് എന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ബ്ലാസ്റ്റോസിസ്റ്റിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ 16 സെൽഡ് ആയിട്ടുള്ള ഈ മോറുല എന്ന് പറയുന്ന കണ്ടീഷൻ മാറിയിട്ട് അവർ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു പറഞ്ഞില്ലേ. ഇനി അതിനുള്ള ഈ ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടല്ലോ, അതിനുള്ളിൽ കാണുന്ന ഈ ഓരോ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുക. ഈ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ത് ചെയ്യും? ഇനി അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അത് ആദ്യം ഒരു ഔട്ടർ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ബാക്കിയുള്ള സെൽസൊക്കെ ഉള്ളിലുള്ള ഒരു സെൽ മാസ്സായിട്ട് മാറുകയും ചെയ്യും. ഒരു ചെറിയൊരു സെല്ലിൻ്റെ മാസ്സായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ സെല്ലിൻ്റെ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുക. സോ ബ്ലാസ്റ്റോസിസ്റ്റിന് ഒരു ഔട്ടർ ലെയർ ഉണ്ടായിരിക്കും. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. സോ ദ ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഇനി അതിനുള്ളിലെ ബാക്കി സെൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള സെൽസ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഉള്ളിലൊരു ചെറിയ സെൽമാസ് ആയിട്ട് മാറും. ആ ഇന്നർ സെൽമാസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്നർ സെൽമാസ് എന്ന് പറയുക. സോ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു ഔട്ടർ ലെയർ ഉണ്ടായിരിക്കും. ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. അതിനുള്ളിലായിട്ട് ആരുണ്ട്? ഇന്നർ സെൽമാസ് ഉണ്ടായിരിക്കും. ഇനി നോക്കിയേ, ഈ ട്രോഫോബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവർ നമ്മളുടെ യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. യൂട്രൈൻ വാളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനുള്ളിൽ കാണുന്ന ഈ ഇന്നർ സെൽമാസ് ഉണ്ടല്ലോ, ഈ ഇന്നർ സെൽമാസ് ആണ് പിന്നീട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇന്നർ സെൽമാസ് എംബ്രിയോ ആയിട്ടും ഡെവലപ്പ് ചെയ്യും. ട്രോഫോബ്ലാസ്റ്റ് യൂട്രൈൻ വാളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സോ നമുക്കതിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. അതായത് ഓവത്തിനെ റിലീസ് ചെയ്തു. ഓവത്തിനെ ആര് കളക്ട് ചെയ്യും? ഫിംബ്രിയെ കളക്ട് ചെയ്യും. അത് എവിടെ എത്തും? നമ്മളുടെ ആംബുലറി ഇസ്റ്റമിക് ജംഗ്ഷനിലെത്തും. ഇവിടെ വെച്ചിട്ട് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ടായിട്ട് ആര് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിൽ ഫസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് അത് 2 സെൽഡ് സ്റ്റേജ് ആവും. 2 സെൽഡ് എന്നുള്ളത് 4 സെൽഡ് ആവും. 4 സെൽഡ് 8 സെൽഡ് സ്റ്റേജ് ആവും. അത് കഴിഞ്ഞാൽ അത് 16 സെൽഡ് സ്റ്റേജ് ആവും. 8 to 16 സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ളതിനെ പറയുന്ന പേരാണ് മോറുല. മോറുല പിന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ള മാസ് അറ്റൈൻ ചെയ്ത് അവരെന്തായിട്ട് മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോൾ അതിനുള്ളിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അലൈൻ ചെയ്തിട്ട് ഔട്ടർ ലെയർ ഫോം ചെയ്യും. ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. അതിനുള്ളിൽ കാണുന്ന ബാക്കിയുള്ള സെൽസൊക്കെ ഉള്ളിലൊരു ഇന്നർ സെൽമാസ് ഫോം ചെയ്യും അല്ലേ. ഇനി ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു 7 ദിവസം ആകുമ്പോൾ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 7 ദിവസമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് എവിടേക്ക് എത്തുന്നത്? ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ എഗ്ഗ് എവിടേക്ക് എത്തുന്നത്? നമ്മളുടെ യൂട്രസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേ എന്ത് എത്തുന്നുള്ളൂ? യൂട്രസിലേക്ക് ആരെത്തുന്നുള്ളൂ? ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ആ ഒരു സ്റ്റേജ്, അതായത് മോറിലെ ആയിക്കോട്ടെ അവർ എത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർ എന്ത് ചെയ്യും? അവസാനം യൂട്രസിലെത്തിക്കഴിഞ്ഞാൽ, യൂട്രസിലെത്തുമ്പോൾ അത് ഏത് സ്റ്റേജിലാണ് എത്തുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് ആരെത്തുന്നത്? ഇവർ എത്തുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ യൂട്രസിലെത്തിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ട്രോഫോബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് അത് യൂട്രസിൻ്റെ ഈ വാളിൽ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി യൂട്രസിലുള്ള സെല്ലുണ്ടല്ലോ,
അത് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എംബഡഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ, വിച്ച് മീൻസ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് ടു ദ യൂട്രൈൻ വാൾ. യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇംപ്ലാന്റേഷൻ. ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, ആ ഇന്നർ സെൽ മാസ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, എംബ്രിയോ ആവും. എംബ്രിയോ പിന്നീട് ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്, ഇംപ്ലാന്റേഷൻ ഈസ് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് ടു ദ യൂട്രൈൻ വാൾ. യൂട്രസിൻ്റെ വാളിൽ പോയിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യൂട്രൈൻ വാൾ എന്ന് പറയുമ്പോൾ ഇന്നർ യൂട്രൈൻ വാൾ അല്ലേ, ഇന്നർ യൂട്രൈൻ വാൾ ഏതാ, എൻഡോമെട്രിയം. അപ്പോൾ എൻഡോമെട്രിയത്തിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയത്തിൽ നിന്നുള്ള സെൽസ് എന്ത് ചെയ്യും, പുറത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അതായത് അതിനുള്ളിലാണ് ആര് വരിക, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ ബറി ചെയ്യുന്ന ഒരു കണ്ടീഷനായിട്ട് മാറി. സോ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് ടു the uterine wall and the blastocyst get buried to the endometrium. അത് എൻഡോമെട്രിയത്തിൽ എന്ത് ചെയ്യും, ബറി ചെയ്യും. ഇനി ഇംപ്ലാന്റേഷൻ ആണ് എന്തിന് കാരണമാവുന്നത്, പ്രഗ്നൻസിക്ക് കാരണമാവുന്നത്. അങ്ങനെ ഇംപ്ലാന്റ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് ആ കുഞ്ഞ് എന്ത് ചെയ്യുള്ളൂ, ആ യൂട്രൈൻ ബോഡി, അതായത് യൂട്രൈൻ ക്യാവിറ്റിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ ഡെവലപ്മെൻ്റ് ഒന്നും എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പോൾ അതാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അറ്റാച്ച് ചെയ്യാന്ന്. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് വാൾ അല്ലെങ്കിൽ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. അപ്പോൾ ഇംപ്ലാന്റേഷന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് എറൈസ് ചെയ്യാൻ തുടങ്ങും. ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് എറൈസ് ചെയ്യും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ പറയുന്ന പേരാണ് കൊറിയോണിക് വില്ലൈ. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് എന്ത് എറൈസ് ചെയ്യും, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എറൈസ് ചെയ്യും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് എന്ത്, ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, യൂട്രസിൻ്റെ വാൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് ഇറഗുലർ ആയിരിക്കും, അതും ഇതേപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ ആയിരിക്കും. അപ്പോൾ യൂട്രൈൻ വാളിൽ ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നുള്ള ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതായത് മെറ്റേണൽ ബോഡിയും ഈ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോൻ്റെ ബോഡിയും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫോം ചെയ്യുന്നത്. ആ കണക്ഷനാണ് പിന്നീട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുക, പ്ലാസെൻ്റയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പ്ലാസെൻ്റേനെ പറയുന്ന മലയാളത്തിൽ നമ്മൾ പറയും മറുപിള്ള എന്ന് പറയും. അപ്പോൾ പ്ലാസെൻ്റയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു സ്ട്രക്ചറാണ്. സോ പ്ലാസെൻ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ മെറ്റേണൽ ബോഡിയും അതേപോലെ തന്നെ ഫീറ്റസ് ബോഡിയും തമ്മിലുണ്ടാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത്, പ്ലാസെൻ്റ എന്ന് പറയുന്നത്. സോ പ്ലാസെൻ്റ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ദ മെറ്റേണൽ ബോഡി. മെറ്റേണൽ ബോഡിയും അതേപോലെ തന്നെ ഡെവലപ്പിംഗ് എംബ്രിയോയും തമ്മിലുണ്ടാവുന്ന ഏറ്റവും സ്ട്രക്ചറൽ ആയിട്ടുള്ളതും ഫങ്ഷണൽ ആയിട്ടുള്ള ആ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, പ്ലാസെൻ്റ എന്ന് പറയുന്നത്. സോ പ്ലാസെൻ്റ എന്ന് പറയുന്നത് ടെമ്പററി അസോസിയേഷൻ ആണ്. അതായത് കുഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞ് പിന്നീട് എന്താ, ഡെലിവറിക്ക് ശേഷം അതായത് പാർച്ചുറേഷന് ശേഷം പിന്നെ ആ പ്ലാസെൻ്റയുമായിട്ട് എന്തുണ്ടാവുന്നില്ല, കണക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കണക്ഷനാണ് എന്ത്, പ്ലാസെൻ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടെമ്പററി അസോസിയേഷൻ, ഒരു ടെമ്പററി അസോസിയേഷനാണ്. ഇനി ഈ പ്ലാസെൻ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിഷ് കളറാണ്. പ്ലാസെൻ്റയ്ക്ക് റെഡിഷ് കളറാണ്. ഏകദേശം നമ്മളുടെ ഡിസ്ക് ഒക്കെ ഇല്ലേ, അതായത് ഡിസ്ക് ത്രോയിൽ യൂസ് ചെയ്യുന്ന ഡിസ്ക് ഒക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു ഡിസ്കിൻ്റെ ഷേപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ ചെറിയൊരു ഷേപ്പാണ് ആർക്കുണ്ടാവുന്നത്, ഈ പ്ലാസെൻ്റയ്ക്കുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1 kg, കറക്റ്റ് ഒരു 1 kg ഉണ്ടാവില്ല അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പ്ലാസെൻ്റ. റെഡിഷ് കളറാണ്, ഡിസ്ക് ഷേപ്ഡ് ആണ്. അതിൻ്റെ സൈസ് വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1 kg, ലെസ് ദാൻ 1 kg ആണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി
ഈ പ്ലാസൻ്റയ്ക്ക് 2 പാർട്സ് ഉണ്ട്. അതായത് പ്ലാസൻ്റ എന്ന് പറയുമ്പോൾ മെറ്റേണൽ ടിഷ്യൂവും അതേപോലെ തന്നെ ഫീറ്റസിൻ്റെ ബോഡി എന്നുള്ള ആ ഒരു ടിഷ്യൂവും കൂടി ചേർന്നിട്ടാണല്ലോ പ്ലാസൻ്റ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 2 ഭാഗങ്ങളുണ്ട്. മെറ്റേണൽ പാർട്ടിനെ നമ്മൾ മെറ്റേണൽ പ്ലാസൻ്റ എന്ന് പറയും. പ്ലാസൻ്റയുടെ മെറ്റേണൽ പാർട്ടിനെ മെറ്റേണൽ പ്ലാസൻ്റ എന്നും ഫീറ്റസ് പാർട്ടിനെ ഫീറ്റൽ പ്ലാസൻ്റ എന്നുമാണ് പറയുക. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസൻ്റയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും എത്തിച്ചു കൊടുക്കുന്നത് പ്ലാസൻ്റയാണ്. ക്ലിയർ ആണല്ലോ? പ്ലാസൻ്റയാണ് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമുള്ള സകല ന്യൂട്രിയൻസും എത്തിക്കുന്നത്. ഇത് കൂടാതെ ആ എംബ്രിയോൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും പ്ലാസൻ്റയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും. റെസ്പിറേഷൻ എംബ്രിയോയിൽ ഓക്സിജനൊക്കെ എത്തുന്നതും ഏത് വഴിയാണ്? ഈ പ്ലാസൻ്റ വഴിയാണ്. അപ്പോൾ ന്യൂട്രീഷൻ ആയിക്കോട്ടെ, റെസ്പിറേഷൻ ആയിക്കോട്ടെ, റിമൂവൽ ഓഫ് വേസ്റ്റ്, എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, എല്ലാം നടക്കുന്നത് ഏത് വഴിയാണ്? ഈ ഡെവലപ്പിംഗ് എംബ്രിയോയിൽ എല്ലാം ഈ പ്ലാസൻ്റ വഴിയാണ്. സോ പ്ലാസൻ്റയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഒന്നാമത്തെ ഫംഗ്ഷനാണ് പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് oxygen to the developing embryo. Second one, remove carbon dioxide and waste. Respiration result ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ മെറ്റബോളിക് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ആയിട്ടും എന്തുണ്ടാവും? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഈ എംബ്രിയോയുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? പ്ലാസൻ്റ ആണ്. ഇതൊക്കെ കൂടാതെ പ്ലാസൻ്റ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയാം. അപ്പോൾ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും പ്ലാസൻ്റ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസൻ്റ. പ്ലാസൻ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് മെറ്റേണൽ ബോഡി. അതൊരു ടെമ്പററി അസോസിയേഷൻ ആണ്. ഡെവലപ്പ് ചെയ്യുന്ന ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സർഫസിലായിട്ട് ആര് വരും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ട്രോഫോബ്ലാസ്റ്റിന് പുറത്തായിട്ട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരും. അതാണ് കൊറിയോണിക് വില്ലൈ. ആ കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂവും തമ്മിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള റെഡിഷ് ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലാസൻ്റ എന്നത്. പ്ലാസൻ്റയ്ക്ക് 2 പാർട്സ് ഉണ്ട്. മെറ്റേണൽ കോൺട്രിബ്യൂഷൻ ഉള്ള ഭാഗത്തിന് മെറ്റേണൽ പ്ലാസൻ്റ എന്നും ഫീറ്റൽ പാർട്ടിനെ ഫീറ്റൽ പ്ലാസൻ്റ എന്നും പറയും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസിനെയും അതേപോലെ തന്നെ ഓക്സിജനെയും ഒക്കെ എന്ത് ചെയ്യുക? ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ എംബ്രിയോയിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും ഒക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഇതൊക്കെ കൂടാതെ ഇറ്റ് ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയാൻ കാരണം സെർട്ടൈൻ ഹോർമോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കണം. പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG. HCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അതാണ് HCG എന്ന് പറയുന്നത്. അതേപോലെ തന്നെ HPL, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ. ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ. അതുകൂടാതെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണും പ്ലാസൻ്റ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. ഇത്രയാണ് പ്ലാസൻ്റയുടെ കേസിൽ പറയുന്നത്. ഇനി ഈ പ്രഗ്നൻസിയുടെ ഹോർമോണൽ കൺട്രോൾ ആണ് നമ്മൾ പറയുന്നത്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ആണെങ്കിൽ അതിൽ ഹോർമോൺസ് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്ലാസൻ്റ എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യും. പ്ലാസൻ്റ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? HCG അതായത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ, അതേപോലെ തന്നെ റിലാക്സിൻ, അങ്ങനെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് അവരെന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ HCG അതായത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് കോർപ്പസ് ലൂട്ടി എന്ത് ചെയ്യും? പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഗ്നൻസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രൊജസ്ട്രോൺ ഉള്ളത് കൊണ്ടാണ് പ്രൊജസ്ട്രോൺ പ്രഗ്നൻസിയുടെ എൻഡ് വരെ എന്ത് ചെയ്യും? പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് എൻഡോമെട്രി എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എൻഡോമെട്രിയം ഒരു പാർട്ടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് വേണം? ഈ പ്രൊജസ്ട്രോൺ വേണം. അപ്പോൾ ഹോർമോണൽ കൺട്രോളിൽ ആദ്യം പറയുന്നത് പ്ലാസൻ്റ
HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ സിന്തസൈസ് ചെയ്യും. ഇങ്ങനെ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് പ്രൊജസ്ട്രോണിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതുവഴി പ്രഗ്നൻസിയും എന്ത് ചെയ്യും? നടക്കും, അതായത് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ എൻഡ് വരെയും ആര് പ്രൊഡ്യൂസ് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇത് കൂടാതെ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് ഏത്? റിലാക്സിൻ എന്ന് പറയുന്നത്. ഈ റിലാക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ആവശ്യം വരുന്നത് പാർച്ചുറേഷൻ്റെ ടൈമിലാണ്, അതായത് ഡെലിവറീൻ്റെ ടൈമിലാണ് റിലാക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലാക്സിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്യൂബിക് റീജിയനിലുള്ള ടിഷ്യൂസിനെ എന്ത് ചെയ്യും? സോഫ്റ്റൻ ചെയ്യും. അപ്പോൾ പ്യൂബിക് റീജിയനിലുള്ള ടിഷ്യൂസിനെ സോഫ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ പാർച്ചുറേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാനാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ റിലാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ റിലാക്സിൻ സോഫ്റ്റൻ ദ ടിഷ്യൂസ് ഓഫ് പ്യൂബിക് സിംഫസിസ് ആൻഡ് ഹെൽപ്സ് ഇൻ പാർച്ചുറേഷൻ. അതുവഴി പാർച്ചുറേഷന് ഹെൽപ്പ് ചെയ്യുക. ഇനി നമ്മളുടെ പ്രഗ്നൻസി, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെങ്കിൽ, ഒരു അമ്മയാവാൻ പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ബോഡിയിൽ ഹോർമോൺസിൻ്റെ, അപ്പോൾ നമ്മളുടെ നോർമൽ കേസിലുള്ള ഹോർമോൺസിനേക്കാളും ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതായത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, അതേപോലെ തന്നെ തൈറോക്സിൻ, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിൻ്റെ ഒക്കെ ലെവല് പ്രഗ്നൻ്റ് ലേഡിയിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇങ്ങനെ കൂടിയെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യൽ മാത്രമല്ല, ആ ഒരു ഡെവലപ്പിംഗ് എംബ്രിയോൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. അതുകൂടാതെ തന്നെ മദറിൻ്റെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഹോർമോൺസ് പ്രഗ്നൻസിയുടെ ടൈമിൽ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്ലാസൻ്റ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ പറഞ്ഞു, HCG, HPL, അതേപോലെ തന്നെ റിലാക്സിൻ. ഈ 3 ഹോർമോൺസും പ്രഗ്നൻസിയുടെ പീരീഡിൽ മാത്രമേ നമ്മളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കാരണം ഇത് പ്ലാസൻ്റ സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. പ്ലാസൻ്റ സിന്തസൈസ് ചെയ്യണം, പ്ലാസൻ്റ ഫോം ചെയ്യണമെങ്കിൽ ആദ്യം പ്രഗ്നൻ്റ് ആവണമല്ലോ. അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ മാത്രം ഫോം ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇത് HCG, HPL, അതേപോലെ തന്നെ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രഗ്നൻസീനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. ആദ്യം HCG എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. പ്ലാസൻ്റ HCG പ്രൊഡ്യൂസ് ചെയ്യും. അത് കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെ സിന്തസൈസ് ചെയ്യും ടിൽ ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. അതുകൂടാതെ റിലാക്സിൻ എന്ത് ചെയ്യും? പാർച്ചുറേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂബിക് സിംഫസിസിനെ സോഫ്റ്റൻ ചെയ്യും. പ്രഗ്നൻസി പീരീഡിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, തൈറോക്സിൻ എന്നീ പറയുന്ന ഹോർമോൺസിൻ്റെ ഒക്കെ അളവ് അവരുടെ ബോഡിയിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എങ്കിൽ മാത്രമേ ഇത് പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാനും ഡെവലപ്പിംഗ് എംബ്രിയോൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇത് കൂടാതെ HCG, HPL, അതേപോലെ തന്നെ റിലാക്സിൻ എന്നീ പറയുന്ന ഹോർമോൺസ് ഏത് പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രമേ ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഹോർമോണൽ കൺട്രോളിൽ പറയുന്നത്. ഇനി ഇത് കൂടാതെ പാർച്ചുറേഷൻ പീരീഡിൽ എന്തുണ്ടാവുന്നത്? ഇതേപോലെ തന്നെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഹോർമോൺസിൻ്റെ ആക്ഷൻ കാരണം തന്നെയാണ് എന്തുണ്ടാവുന്നത്? പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ബേബി ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് ജേം ലെയർ. അതായത് നമ്മൾ ബ്ലാസ്റ്റോസിസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഔട്ടർ ലെയറിനെ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഇന്നർ ലെയറിനെ എന്താ പറയുക? ഉള്ളിൽ കാണുന്ന ഇന്നർ ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളിൽ കാണുന്ന ആ ഒരു സെല്ലിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. ഈ ഇന്നർ സെൽ മാസിൽ നിന്നാണ് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഈ ഇന്നർ സെൽ മാസിൽ നിന്നാണ്. അതിൽ നിന്നാണ് അത് ആ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു എംബ്രിയോ ആയിട്ടും അത് ഫീറ്റസ് ആയിട്ടും പിന്നെ അതൊരു ബേബി ആയിട്ട് മാറുന്നത് ആ ഒരു ഇന്നർ സെൽ മാസിലാണ്. സോ ഇന്നർ സെൽ മാസിൽ 3 ലെയേഴ്സ് ഫോം ചെയ്യും. ഇന്നർ സെൽ മാസിൽ 3 ലെയേഴ്സ് ഫോം ചെയ്യും. ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് എക്ടോഡേം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറിനെ പറയുന്നത് എക്ടോഡേം. മിഡിൽ ലെയറിനെ പറയുന്ന പേര് മീസോഡേം. ഇന്നർ ലെയറിനെ പറയുന്ന പേര് എൻഡോഡേം. അങ്ങനെ 3 ലെയേഴ്സ് ഫോം ചെയ്യും. എംബ്രിയോയ്ക്ക് 3 ലെയേഴ്സ്, എംബ്രിയോണിക് ലെയേഴ്സ് ഫോം ചെയ്യും. ഔട്ടർ ലെയർ എക്ടോഡേം, മിഡിൽ ലെയർ മീസോഡേം,
അതേപോലെ തന്നെ ഇന്നർ ലെയർ എൻഡോഡം. ഇനി ഈ 3 ലെയേഴ്സിൽ നിന്നുമാണ് ഈ എംബ്രിയോയ്ക്ക് ആവശ്യം, അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ ഓരോ ഓർഗൻസും എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അതായത് ഈ പറയുന്ന എംബ്രിയോണിക് ലെയേഴ്സിൽ എന്തുണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ സെൽസ് ഉണ്ട്. ആ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസിൻ്റെ ഒരു പ്രത്യേകത, ദേ ഹാവ് ടോട്ടിപൊട്ടൻസി, അതായത് ടോട്ടൽ പൊട്ടൻഷ്യൽസ് ഉണ്ടായിരിക്കും. അതായത് ഓരോ ഓർഗൻസും ഈ സ്റ്റെം സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 ലെയേഴ്സിലും ആരുണ്ട്, സ്റ്റെം സെൽസ് ഉണ്ട്. സ്റ്റെം സെൽസിൻ്റെ ആക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്, ഓരോ ഓർഗൻസും ഈ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് ഓരോ ഓർഗൻസും ഒരു ഓർഗൻ സിസ്റ്റംസും ഒക്കെ എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോർമേഷൻ ഓഫ് ജേം ലെയർ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക, അപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ അവരുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. 9 months and 8 days. അപ്പോൾ ചില കേസിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ എന്താ പറയുക, 9 months ആവുന്നേക്കാൾ മുന്നേ ഡെലിവറി നടക്കാറുണ്ട്. പക്ഷെ നോർമൽ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ പീരീഡ്, എംബ്രിയോ ആ മദറിൻ്റെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷനിലെ ഒരു ഫേസ് ആണ് ഏത്, ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ടു എ മെച്വർ മെച്വർ ബേബി. അതായത് മെച്വർ ആയിട്ടുള്ള ആ ഒരു ഫീറ്റസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആ ഒരു ടൈം പീരീഡിനെയാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഓരോ മാസങ്ങളിലും എന്തൊക്കെയാണ് ഈ എംബ്രിയോയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെ നമുക്ക് ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 3 മാസമായിട്ട്, അതായത് ആദ്യത്തെ 3 മാസം, ടോട്ടൽ 9 മാസമാണല്ലോ, അതിൽ ആദ്യത്തെ 3 മാസത്തിനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, അടുത്ത 3 മാസത്തിനെ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയും, അടുത്ത 3 മാസത്തിനെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. അങ്ങനെ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ, അതിൽ തന്നെ ആദ്യത്തെ മന്തിൽ എന്താ ഉണ്ടാകുന്നത്, ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും. എംബ്രിയോയ്ക്ക് ഹാർട്ട് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് മന്തിലാണ്. സെക്കൻഡ് മന്തിൻ്റെ എൻഡ് ആവുമ്പോഴേക്കും എംബ്രിയോയ്ക്ക് അതിൻ്റെ ലിംസും അതേപോലെ തന്നെ മറ്റുള്ള ഡിജിറ്റ്സും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും. ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, കൈയും കാലും. അതേപോലെ തന്നെ അതിൻ്റെ ഡിജിറ്റ്സ്, വിരലുകൾ കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും വിരലുകായിട്ടുണ്ടാവില്ല, അതിൻ്റെ ചെറിയ ചെറിയ ഡിജിറ്റ്സും എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. എപ്പോൾ, സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റ് ആവുമ്പോഴേക്കും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ്, അതായത് 12th വീക്കിന് നമ്മൾ എന്തെന്ന് പറയാം, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയാം. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും എംബ്രിയോയ്ക്ക് അതിൻ്റെ ഒട്ടുമിക്ക ഓർഗൻസും, അതായത് ഓർഗൻ സിസ്റ്റംസും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും, സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ലിംസും ഡിജിറ്റ്സും ഫോം ചെയ്യും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് 12th വീക്കിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒട്ടുമിക്ക മേജർ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടാവും. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഒക്കെ തന്നെ ഫോം ചെയ്യുന്നത് ഫസ്റ്റ് തേർഡ് മന്ത് അല്ലേ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ എംബ്രിയോയിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞാൽ 5th month മുതലാണ് എന്ത് നടക്കുന്നത്, ഫസ്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഈ എംബ്രിയോ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ഫസ്റ്റ്, അതായത് 5ാമത്തെ മാസം മുതലായിരിക്കും. 5ാമത്തെ മാസത്തിലേക്ക് എത്തുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഈ എംബ്രിയോ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൂടാതെ ഹെഡിൽ ഹെയർസൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹെയർ അപ്പിയർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഫസ്റ്റ് മൂവ്മെൻറ്റും കാണിക്കുന്നത് ഏത് മാസത്തിലാണ്, 5th monthലാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയുടെ ബോഡി കംപ്ലീറ്റ് ഫൈൻ ആയിട്ടുള്ള ഹെയർസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഐലാഷസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഐലിഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കാണുന്നതിനെയാണ് നമ്മൾ ഐലിഡ്സ് എന്ന് പറയുക. അത്രയും നാളത് അടഞ്ഞു കിടക്കുകയായിരിക്കും, അതെന്ത് ചെയ്തിട്ടുണ്ടാവും, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്തെടുക്കുന്നത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഫോം ചെയ്യും. സോ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ദാറ്റ് ഈസ് ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്, ഐലിഡ് സെപ്പറേറ്റ്സ് ആൻഡ് ഐലാഷസ് ഫോം. ഇനി എൻഡ് ആകുമ്പോഴേക്കും, അതായത് തേർഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും
ആ ഫീറ്റസ് എന്തായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എംബ്രിയോ എന്തായിരിക്കും, ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു എംബ്രിയോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത്രയുമാണ് ജസ്റ്റേഷൻ പീരിയഡിൽ എംബ്രിയോയ്ക്ക് ഉണ്ടാവുന്ന ഫീച്ചേഴ്സ്, മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. സോ എംബ്രിയോയുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 months ആണ്. അതിനെ നമുക്ക് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. അതായത് 3 മാസങ്ങളെ ചേർത്തിട്ടാണ് നമ്മൾ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യും. സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ലിംസും ഡിജിറ്റ്സും എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോം ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ആ കുഞ്ഞിന് എന്തായിട്ടുണ്ടാവും, ഒട്ടുമിക്ക ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് എത്തി. 5th month ആകുമ്പോഴേക്കും എംബ്രിയോ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഫസ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കുന്നത് ഏത് മന്തിലാണ്, 5th month ഫസ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നീട് കുട്ടിയുടെ ഹെഡിൽ എന്തൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും, ഹെയേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 5th month എന്ത് ഫോം ചെയ്യുന്നത്, ഹെയേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മന്തിലും എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലാണ് എന്ത് വരാം, ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ 5th month ഹെയേഴ്സ് ബോഡിയിൽ ഹെഡിൽ അപ്പിയർ ചെയ്യുന്നത്. ഫസ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കുന്നതും 5th month. ഇനി സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയേഴ്സ്, ചെറിയ ചെറിയ ഹെയേഴ്സ് ആയിട്ട് ബോഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഐലാഷസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റ്, അതായത് 9th month തേർഡ് ട്രൈമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും നമ്മളുടെ എംബ്രിയോ ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റെഡി ആയിട്ടുണ്ടായിരിക്കും. ഫുള്ളി മെച്ചുവറായിട്ട് ഡെലിവറിക്ക് റെഡി ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലായിട്ട് ഉണ്ടാവും. ഇതാണ് നോർമൽ കേസിൽ. എന്നാൽ ചില കേസിൽ നമുക്ക് എന്ത് പറയാം, 8 മാസത്തിലും 7 മാസത്തിലൊക്കെ പ്രസവിക്കുന്ന ചില കണ്ടീഷൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളുടെ എംബ്രിയോ എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല, അതായത് പൂർണ്ണ വളർച്ച എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രിയോൻ്റെ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റിൽ ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്തെന്ന് പറയും, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. ജസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാർച്യൂറേഷൻ ആണ്. ദാറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ബേബി. അപ്പോൾ പാർച്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് എക്സ്പെല്ലിംഗ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിനെ എക്സ്പെൽ ചെയ്യുന്നത്, നമ്മളുടെ മദർ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർച്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർച്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, പാർച്യൂറേഷനിലും എന്ത് നടക്കുന്നുണ്ട്, ഹോർമോണൽ ആക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ആ ഒരു എംബ്രിയോ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എംബ്രിയോ നമുക്ക് ആ ഒരു സ്റ്റേജിനെ പറയാൻ പറ്റില്ല, ഫീറ്റസ് എന്ന് പറയാം. അപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നലിനെ പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ സിഗ്നൽ. അപ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് എന്ത് പറയും, ഞാൻ ഫുള്ളായിട്ട് ഡെവലപ്ഡ് ആയി, ഇനി ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, ഞാൻ എന്തിനു റെഡി ആയിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നലിനെയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. സോ ദ സിഗ്നൽ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഈസ് കോൾഡ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സിൻ്റെ റിസൾട്ടായിട്ട് മദർ ബോഡിയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. മദർ ബോഡിയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എവിടേക്ക് എത്തും, മദറിൻ്റെ യൂട്രൈൻ വാൾ ഉണ്ടല്ലോ, നമ്മൾ യൂട്രസിന് 3 വാൾസ് പറഞ്ഞു. ഔട്ടർ ആയിട്ടുള്ള പെരിമെട്രിയം, സെക്കൻഡ് വൺ മയോമെട്രിയം, അത് കഴിഞ്ഞാൽ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലാണ് ഫീറ്റസ് അറ്റാച്ച് ചെയ്യുക, അതായത് എംബ്രിയോ അറ്റാച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് എൻഡോമെട്രിയത്തിലാണ്. എന്നാൽ ഓക്സിറ്റോസിൻ വന്നിട്ട് ആക്ട് ചെയ്യുന്നത് ഈ മയോമെട്രിയത്തിലാണ്. അപ്പോൾ ഓക്സിറ്റോസിൻ ആക്ട് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് മയോമെട്രി എന്ത് ചെയ്യാൻ തുടങ്ങും, കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് യൂട്രസിൻ്റെ വാള് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ടായിട്ട് യൂട്രൈൻ വാൾ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ആദ്യം കുറേശ്ശെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസ് എന്ത് ചെയ്യും, ആദ്യം കുറച്ചൊന്ന് കോൺട്രാക്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, കൂടാൻ തുടങ്ങും. അതിൻ്റെ റിസൾട്ടായിട്ട് യൂട്രൈൻ കോൺട്രാക്ഷനും എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. അപ്പോൾ യൂട്രസിൽ വല്ലാണ്ട് അത് കോൺട്രാക്ട് ചെയ്തിട്ട് ആ യൂട്രസിൽ നിന്ന് യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് യൂട്രസിൽ നിന്ന്
പതുക്കെ ബർത്ത് കനാൽ വഴി ഫീറ്റസ് എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സ്പെൽ ചെയ്യും. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർച്യൂറേഷൻ എന്ന് പറയുന്നത്. സോ പാർച്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് എക്സ്പെല്ലിംഗ് ഫുള്ളി ഡെവലപ്ഡ് ബേബി. അതിൽ ആദ്യം ഉണ്ടാവുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു റിഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് സിഗ്നൽ ഈസ് കോൾഡ് fetal ejection reflex. And because of that fetal ejection reflex, the mother's pituitary gland produce oxytocin, and this oxytocin leads to the contraction of uterine wall. Uterine wall contract ചെയ്യാൻ കാരണമാവും. And as a result of that contraction, the fetus is expelled out of the mother's body through birth canal. ബർത്ത് കനാലിലൂടെ ആ ഫീറ്റസ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യും. അങ്ങനെ ചൈൽഡിനെ എക്സ്പെൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പാർച്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർച്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ലാക്ടേഷനാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ലാക്ടേഷനാണ്. അപ്പോൾ പ്രഗ്നൻസിയുടെ എൻഡ് ആകുമ്പോഴേക്കും മദറിൻ്റെ മാമറി ഗ്ലാൻഡ് ഉണ്ടല്ലോ, ആ മാമറി ഗ്ലാൻഡിലുള്ള ആൽവിയോളാർ സെൽസ് ഒക്കെ എന്ത് ചെയ്യും, ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അവിടെ മാമറി ഗ്ലാൻഡിലുള്ള സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ആൽവിയോളാർ സെൽസിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ ആര് ഫീഡ് ചെയ്യും, ആരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഈ ചൈൽഡിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ടു നറിഷ് ദ ചൈൽഡ്. അതായത് ഇനി ഉണ്ടാവുന്ന കുഞ്ഞിനെ നറിഷ് ചെയ്യാൻ ആവശ്യമുള്ള മിൽക്കാണ് എന്ത് ചെയ്യുന്നത്, മദറിൻ്റെ മാമറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മിൽക്ക് യൂസ് ചെയ്തിട്ട് ചൈൽഡിനെ എന്ത് ചെയ്യും, നറിഷ് ചെയ്യും. അപ്പോൾ അതിനെയാണ് ലാക്ടേഷൻ എന്ന് പറയുക. അപ്പോൾ മദറിൻ്റെ ബോഡിയിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മിൽക്കിനെ പറയുന്ന പേരാണ് കൊളസ്ട്രം. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെ പറയുന്നതാണ് കൊളസ്ട്രം എന്നുള്ളത്. ഈ കൊളസ്ട്രത്തിൽ ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂട്രിയൻസ് ഉണ്ട്. ഈ ആൻറ്റിബോഡീസ് നമ്മളുടെ ന്യൂ ബോൺ ബേബിക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആ ആൻറ്റിബോഡീസ് അവരുടെ ബോഡിയിൽ എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തുണ്ടാവുള്ളൂ, ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ, ഒരു ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ചൈൽഡിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമാണ് എന്ത്, ഇനീഷ്യൽ സ്റ്റേജിലുള്ള ആ മിൽക്ക് എന്ന് പറയുന്നത്, അതിന് കൊളസ്ട്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ബ്രസ്റ്റ് ഫീഡിങ് എന്ത് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നും പറയുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ലാക്ടേഷൻ. സോ ദീസ് ആർ ദ ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ സ്റ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഗാമിറ്റോജെൻസിസ് പറഞ്ഞു. അതിന് മുന്നേ ആയിട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഗാമിറ്റോജെൻസിസ് പറഞ്ഞു. ഗാമിറ്റോജെൻസിസിൽ സ്പെർമാറ്റോജെൻസിസ് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ oogenesis നമ്മൾ പറഞ്ഞു. സ്പെർമാറ്റോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പേം. oogenesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഓവം. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞത് എന്താണ്, അടുത്തത് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ടായിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവും. ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും, എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ചൈൽഡ് അവിടെ ചൈൽഡിൻ്റെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കാൻ തുടങ്ങും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേ എന്ത് ശരിക്കും നടക്കുകയുള്ളൂ, പ്രഗ്നൻസി എന്ന് ഇംപ്ലാന്റേഷനാണ് പ്രഗ്നൻസിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എംബ്രിയോ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനെയാണ് നമ്മൾ, ആ ഒരു പീരിയഡിനെയാണ് ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ജസ്റ്റേഷൻ പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ആ എംബ്രിയോ എന്ത് ചെയ്യും, പുറത്തേക്ക് വരാനുള്ള സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. സിഗ്നലിനെയാണ് നമ്മൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ആ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിൻ്റെ റിസൾട്ടായിട്ട് ചൈൽഡ് ബർത്ത് നടക്കുകയും, അതായത് ചൈൽഡിൻ്റെ ഡെലിവറി നടക്കുകയും അതിനുശേഷം എന്ത് സംഭവിക്കും,
ആ ഡെലിവേർഡ് ആയിട്ടുള്ള ചൈൽഡിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുക. ഫസ്റ്റ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോം ചെയ്യുന്ന മിൽക്കിനെ പറയുന്ന പേരാണെന്ത്? കൊളസ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഇതാലെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.